എടാ ഗോലക്ഷ നീ കൽക്കട്ടയിൽ പോന്നു നിനക്കെന്നെ മനസ്സിലായി? ഹലോ കേൾക്കുന്നില്ല ലെറ്റർ മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അയാളുടെ ലെറ്റർ ഞാൻ കൊണ്ടു തന്നല്ലേ, അത് സൂക്ഷിക്കാൻ പറ്റാത്തതിന് ഇങ്ങനെയൊക്കെ പറയണത്. 4-5 വർഷം മുമ്പ് അവന് കിട്ടേണ്ട ജോലിയായിരുന്നു ഇത്. ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ എന്തിനാ വിട്ടുകൊടുക്കുന്നത്? കമ്പനിയിലേക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടാ ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാൽ മതി. പിന്നെ നിന്റെ കസേരയും കാണില്ല, എന്റെ കസേരയും കാണില്ല. നീ ഒരു പെൺ ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്താൽ മതി. പുറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താ. എങ്കിൽ പിന്നെ രണ്ടുപേർ കൂടെ കൈ ഓർത്ത് പിടിച്ച് പ്രേമാനവും പാടായിരുന്നല്ലോ. അവസാനമായ സാറിന്റെ അടുത്ത് പറയാ, 3 ദിവസം കൂടി സാറിന് അവധി വരും. 3 ദിവസം. അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ സാറിന് നാണമില്ലേ സാർ? ഒരു വക അൺഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ. यार मुझे देख रहा हूँ वारे सोचता है इसका यही काम है। हाँ अब आगे पूछेगा അങ്കിളേ ये सब कुछ और समझ रहा है। ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാന്ന്. അങ്ങനെ നീ പെന്നെ ഇഷ്ടപ്പെടണ്ട. ഇനി പറഞ്ഞിട്ടുണ്ടാ, ഞാൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ. ഞാനും വരും. എന്താ നിന്റെ ഉദ്ദേശം? നിനക്കിപ്പോ എന്താ വേണ്ടേ? ആ ജോലി എനിക്ക് വിട്ടുതരണം. സാധ്യമല്ല. എങ്കിൽ ഞാനിങ്ങനെ പുറകെ നടക്കും. ഒന്നും എന്നെ കിട്ടത്തില്ല. അതിനൊക്കെ റെഡിയായി വേഷം കിട്ടിയ ഒരാൾ നടപ്പുണ്ടല്ലോ ബീച്ചില്, നിന്റെ കിളവൻ കാമുകൻ. ചെല്ല് അങ്ങോട്ടില്ല. ജോലിന്നും ഞാൻ മാറി തന്നേക്കാം, പോരെ? പകരം ബാലകൃഷ്ണൻ എനിക്കൊരു 50,000 देने पड़ेंगे उसे, तब जॉब छोड़ देगी। ഉള്ളതാ. ബാലകൃഷ്ണൻ ആയതുകൊണ്ടാ 50,000 തന്നാ മതി ഞാൻ പറഞ്ഞത്. 50,000 പോയിട്ട് 5 പൈസ തരത്തില്ല. അപ്പോ ജോലി उसके पास एक भी रुपया नहीं है। ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ലോക്കലാ? ഹലോ, കസ്തൂർബ ശരണാലയം. ഹലോ, ഇത് 35452. യെസ്. सरस्वती अम्मा। अच्छा, अपनी माँ कुछ झूठ बोलता था ये। മോനെ മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ടാ മതി. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ? ഇല്ല. സരസ്വതമേ, എനിക്കൊരു കാര്യം പറയാൻ കട്ടിയല്ലേ മോനെ, വെക്കല്ലേ മേഘൻ. अभी उससे कुछ मांगेगी। ഹലോ ഗോപാലകൃഷ്ണ, കേൾക്കാമോ? ഇല്ലില്ല, കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നില്ല. उसकी आवाज बढ़ी। പറയുന്നത് അവർ കമ്പളി പുറപ്പേ അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ നിന്ന് കേട്ടല്ലോ. ഓഹോ, എന്നാലേ ബാലകൃഷ്ണനല്ലേ? अरे ये उसका वो है, उसमें ना हीरे पूरी में चाचा होता है। अच्छा, ओमपुरी रहता नहीं आता, तो वही वाला रूल हो गए।
എത്രയായി മാസ്റ്ററെ? इसके रुपए नहीं दिए होते ना उसने? 35 हाँ, लोन लिया होता है, गाँव से आता है। ഒരു 10 ये रुपए लिए होते हैं പറ്റുമോ? फिर से अपनी बहन की शादी करनी होती है हाँ वही वही तब ये रुपए लेने आया होता है ഒരു ജിന്നിന്റെ ഒന്ന് കേട്ടിട്ടുണ്ട്. എന്റെ പൈസ എന്താ കേട്ടോ? ബാലസ്നെ എവിടെ പോയി കിടക്കണ്ട? ആഹാ, तो सर ये ഒരു वो बताइए कौन होगा അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ നമുക്ക് पड़का दी उसने वैसी शर्ट थी ना पहनी हुई हाँ ഹലോ ഹലോ ഈ വണ്ടിയിലെ വന്നു എടോ പയ്യ തവിടുന്നേ हाँ किसी और अबे ഞാനിത് അവിടെ ഇവിടെ വരെ പുറകെ വരികയായിരുന്നു. തന്നോടായാലും എനിക്ക് എസ്കോർട്ട് തരാൻ. പിന്നെ ഇത് താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതോ ഇതും താൻ വന്ന വണ്ടിയാ. അല്ല അല്ല ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കാണും കേട്ടോ. ഞാനിത് എവിടെ പോകുന്നു? എന്തുകൊണ്ട് ഇതിന്റെ അകത്തേക്ക് ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് ഇതിന്റെ ഉള്ളിലല്ല ഏത് ബഹറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി आ गया സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങി തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം പൊടിഞ്ഞു പോകും. നിങ്ങൾക്കാവുമ്പോ അതിന്റെ സമ്പത്ത് കുടിക്കാം. എടോ ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. ഡാ എടോ ഞാൻ അടിച്ചു പൊളിക്കണ കൊല്ലുള്ളൂ. നിന്റെ തരക്കരുത്. ശരീരം വരും. കൊണ്ടുപോകാനാണ് കൊണ്ടുപോകണം. അമ്മോ വിടാ. എന്തൊരു ശല്യമാണ് ഇത്. ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവിടെ ഇരിക്കപ്പെടുന്നില്ലാണ്ടായല്ലോ ഭഗവാനെ. अभी समझ गए शायद उसके पास रुपए नहीं है ऑटो आ रहे डर गया इसके दोस्त आ रहे हैं चाचा के लिए चाचा को लेकर ഇതൊക്കെ अच्छा എന്റെ ये ഒരു इसके चाचा लेकर സന്തോഷമാണ്. आया भयंकर की कैसे पता चला उसे ബാലകൃഷ്ണൻ എങ്ങനെ ആയിരുന്നെങ്കിൽ നാറിപ്പോയേനെ. दिखा दिया ബാലകൃഷ്ണൻ പോരെ. उसी को कहाँ गए हुए थे ഒന്നുമില്ല പറ്റാച്ചേട്ടാ, ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. പോളെ എന്തോ നിങ്ങൾക്കറിയോ ഇവന്റെ പെങ്ങള് इसकी बहन के साथ में दिया था इसने रुपए മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. പേരെന്താ? എടാ ഇനി ഒരാഴ്ചയുള്ളൂ എന്റെ നബീസുന്റെ നിക്കാഹിന്. ഞായറാഴ്ച നിക്കാഹിന് ഞാൻ നിന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞതെന്നറിയോ? ഇക്കാക്ക എന്റെ കല്യാണം മുടങ്ങിയാലും. നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? നബീസുന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടത്തും. നീ വെള്ളിയാഴ്ച മത്തായി മത്തായി പറയട്ടെ. എന്തായി നിങ്ങൾ തരുമോ? അവരാരും അല്ലല്ലോ, ഞാൻ നടക്കും. നീ ഇപ്പൊ പോവാം. ഞാൻ പോകാം, പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ നിന്നൊന്നും ചെയ്യില്ല. പക്ഷെ എന്റെ നബീസുവിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ മയ്യത്താവും. ആ മയ്യത്ത് बॉडी ले आने के लिए लाएगा साथ में उसे वैसे ही बोलता है सेम डायलॉग वगैरह सेम है लेकिन उसमें कॉमेडी की तरह बोलता है ना എടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പണം നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? പണം കിട്ടും ചേട്ടാ. എവിടെ നിന്ന് കിട്ടും? इसमें बाबू राव का जो रोल रहता है वो थोड़ा ज्यादा इसका रहता दिखाया हुआ है ना। तब वो थोड़ा उनसे सीनियर लगता है, पर इसमें ये जो एक्टर इनकी उम्र ज्यादा नहीं है എന്റെ इनसे। മറ്റൊരു പെങ്ങള് थोड़ा ज्यादा होगी എന്നോട് കല്യാണ പെണ്ണായി. इसलिए उतने सीनियर नहीं लग रहे उनसे नहीं। എങ്ങനെ പണം കിട്ടും? പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ നഗരത്തിലേക്ക് വന്നത്? എന്ത് നേടാനാണ് ഇത്ര നാൾ വലഞ്ഞത്? अभी उससे पैसे मांगेगा कि मुझे पैसे दो, अच्छा तुम जॉब मतलब तुम ही करो ये जॉब, मुझे पैसे दो बस।
മനസ്സിലായിട്ടൊന്നുമില്ല. നിങ്ങളുടെ വാശി കണ്ടപ്പോ ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോ ഒന്ന് തോറ്റു തരാമെന്ന് കരുതിയെന്നേ ഉള്ളൂ. ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ബഹളം ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. അതിനുള്ള കഴിവുമില്ല. ജോലി എനിക്കൊരു 35,000 രൂപ തരും. പെങ്ങളുടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കടമുണ്ട് എനിക്ക്. അത് ഉടനെ തിരിച്ചു കൊടുത്തു. പറ്റില്ല എന്ന് പറയരുത്, അവധിയും പറയരുത്. ഇത്രയും വലിയൊരു മണ്ടത്തരം ബാലകൃഷ്ണൻ കാണിക്കണം. അത്യാവശ്യം കൊണ്ടാ ഈ കച്ചവടത്തിൽ കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർത്ഥ്യമൊക്കെ. ഒരു കാര്യം ചെയ്യൂ, വൈകിട്ട് വീട്ടിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാം. ശരി, വരാം. चला गया उसके घर. अब देखिएगा उससे अपनी मम्मी से किस तरह झूठ बोलता रहता है. पता नहीं किसे घर दिखा रहा. ये सोच रहा हमसे झूठ बोल रहा है. പെട്രോൾ ഒഴിക്കാടെ കാരണം ചാവാ സാറേ. സാറ് കൽക്കട്ട തന്നെ എപ്പോഴെത്തി? ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റില് നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകും. അതെ, ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. വീടിന്റെ പണി എളുപ്പം തീർക്കണം, അമ്മയ്ക്ക് ഒന്ന് കാണാനുള്ളതാണ്. ഇയാൾക്ക് എന്താന്ന് വെച്ചാ കൊടുത്ത് തൊലക്കി. എവിടുന്ന്? നീ കൊറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അന്നാ പെട്രോള് എടാ ഒഴിക്കാടാ. അച്ഛനെ, അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ. അമ്മ വരുമ്പോ ഇങ്ങനെ ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ, ഇവിടെ ഒരു ഊഞ്ഞാൽ അമ്മയ്ക്കിരുന്ന് ആടാൻ, ഇവിടെ നമ്മൾ देख लिया उसे. എടാ ഗോലകൃഷ്ണൻ, നീ കൽക്കട്ടയിൽ പോന്നു. നിനക്കെന്നെ മനസ്സിലായില്ലേ? എനിക്കും അറിയാം. ഇപ്പൊ അറിയാത്തവർ നടിക്കുക. काम भी खराब करता नहीं. ഞങ്ങൾ തമ്മിൽ ആദ്യമാദ്യം കാണുന്നത് റോഡിൽ വെച്ചാ. पर एक तरह से उसे धमकी देता है. ഇവൻ എന്നെ സഹായിച്ചതിന് കൈയും കണക്കുമില്ല. 6 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടായിരുന്ന ജോലിയാ ഈ ചെരുപ്പെടുത്ത് കൈ തന്നത്. നീ രാത്രി കഞ്ഞിക്കുമ്പോ എത്തുവോ? എവിടെ എത്തുമെന്നോ? അതെ, കൽക്കട്ട 3 നേരം കഞ്ഞിയാ. 3 നേരമല്ല, ഇവൻ ഫുൾ ടൈം കഞ്ഞിയാ. പ്ലീസ്, നീ എന്തിനാ വരളുന്നത്? നീ എനിക്ക് എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും. മതി, എനിക്കത് മതി. അമ്മ കൂടി അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. सॉरी. പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക് ഇവനിങ്ങനെ എല്ലാം മറക്കും. തീരെ സ്വഭാവം. എന്നോടൊക്കെ പ്രതികാരം ചീട്ടി ബാലകൃഷ്ണൻ ഒന്നും നേടാലടാ. വയ്ക്കോ, വയ്ക്കോടാ. താങ്ക്സ്. ये भी बहुत वैसे रहती है ना, गरीब रहती है, उसकी भी प्रॉब्लम. उसमें वो रेंट पे रहती है ना. पता नहीं इसमें भी क्या पता रेंट पे रह रही है. ये बच्चे कौन होंगे? पता नहीं, ये उसकी അല്ല, बहनें ബാലകൃഷ്ണൻ रहती हैं. ഇത്ര നേരത്തെ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. വരൂ. കൊന്നുകളയും ഞാൻ. इसकी माँ पागल रहती है ना शायद. हाँ पागल रहती है. വരൂ. जब उसके पापा की डेथ हुई थी, ആദ്യം 2 വർഷം നന്നായിട്ടൊക്കെ ചികിത്സിച്ചു. പിന്നെ എല്ലാരും അങ്ങ് ഉപേക്ഷിച്ച മട്ട. എല്ലാരും എന്ന് വെച്ചാ അതോ ഇന്നീ കാണുന്ന റാണിയാണോ? ഏതാ യഥാർത്ഥ റാണിയെന്ന് എനിക്കിപ്പോഴും സംശയം. സംശയിക്കണ്ട. പെൺകുട്ടികളാ ആ കളിച്ചോണ്ടിരുന്നവര്. ഇവരൊക്കെയാ ബാലകൃഷ്ണൻ പറഞ്ഞ സാമർത്ഥ്യക്കാരുടെ സ്വത്തുക്കൾ. എന്താ ചേച്ചി ഒന്ന് ഇവിടെ വരെ വരാമോ? 4 बहनें हैं उसकी, छोटी-छोटी. अच्छा, एक ये भाई भी है. अंदर है. നിനക്ക് കാണാമോ? എന്തോ പോലെ, ഒരു മിന്നായം പോലെ. देख नहीं सकता ये. അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുടെ മോനകത്ത് വയ്ക്കൂ. അയാളുടെ കണ്ണിന് കാഴ്ച കുറയാൻ 2 തുടങ്ങി. महीने से കഴിഞ്ഞ ആഴ്ച മുതൽ ഒട്ടും കാണാതായി തുടങ്ങി. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? പക്ഷെ എല്ലാ ചുമതലയും എന്റെ തലയിലായപ്പോഴും എനിക്ക് നല്ല ധൈര്യമായിരുന്നു. എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ കരുതി. എത്രയും വേഗം ഒരു ഓപ്പറേഷൻ നടത്തിയ
അവന്റെ കാഴ്ച തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. കൂടുതൽ താമസിച്ച പിന്നെ ഒരിക്കലും കാഴ്ച 50,000. 50,000 രൂപ. എന്താ തരാവോ? സമ്പന്നനായിരുന്നു, പക്ഷേ കടം കൊണ്ട് നിക്കക്കള്ളി ഇല്ലാതെ നാട് വിട്ട ആളാണെന്ന് അറിഞ്ഞപ്പോ സത്യമായിട്ട് 35 രൂപ പോലും എന്റെ കയ്യിലില്ല. ഇതൊക്കെ ഓഫീസിൽ വെച്ച് എങ്ങനെ ബോധിപ്പിക്കാന്ന് അറിയാഞ്ഞിട്ടാ. എനിക്ക് ചെയ്യാവുന്നത് ഇതേ ഉള്ളൂ. എന്റെ രാജിക്കത്തായത്. लेटर भी रखा है रेजिग्नेशन है. പൊയ്ക്കോട്ടെ, പോവാ. എന്നോട് പൊറുക്കില്ല, എതിർത്തൊന്നും പറയരുത്. റാണി 50,000 രൂപ, എനിക്ക് വേണ്ടത് 35,000 രൂപ. ഇപ്പോ എന്റെ ആകെയുള്ള ഇതാ 100 രൂപ. അതാ പങ്കജത്തിൽ ഞങ്ങളെ हारमोनियम की सफाई कर रहा था. ഞാൻ വെള്ളം ചേർക്കാതെ അങ്ങ് കഴിച്ചു. ബാക്കിയുള്ളത് നമുക്ക് ഇന്ന് രാത്രി ഒന്ന് മുഴുവൻ ഒന്ന് തീർക്കണം. അത് നടക്കില്ല. പൈസ കിട്ടിയില്ലേ? ഇല്ല. हेरा फेरी में बाद में दिखाते हैं इस चीज को ना. पहले घर में पहुंच जाता हूँ तब बताता हूँ यही हुआ था वहाँ. ഓ, അപ്പൊ അവള് പിന്നെയും നിന്നെ പറഞ്ഞു പറ്റിച്ചൂല്ലേ? പറ്റിച്ചൊന്നുമില്ല, അവൾ പറഞ്ഞതൊക്കെ സത്യമാ. നിന്ന് പ്രസംഗിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ടെ എന്റെ വയറ് കത്തിയിട്ട് പാടില്ല. നീ ഒരു ലേശം ഒഴിച്ചേ, ഇത് കിടത്താനാ. ये मारे थे. पेटा मत को. अब बताएगा इसके बारे में. ആരെയാന്ന് പറയാമോ? ആരുടെയാ? ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു നാറിയുടെ നാറിയായവൻ. ഗോപാലകൃഷ്ണൻ, ഇതൊക്കെ നേരാണ്. പറഞ്ഞു പറ. അമ്മ തന്നെയാടാ. കഴിഞ്ഞ 1.5 കൊല്ലമായി ഞാൻ എന്റെ അമ്മയെ കണ്ണിച്ചോരല്ലാതെ പറ്റിക്കുക. പക്ഷെ ശരണാലയത്തിൽ കഴിയുന്ന കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആരെങ്കിലും ജോലിയും കൊണ്ടുവന്ന് എന്നെ പൊക്കിക്കൊണ്ടു പോകുന്നായിരുന്നു അമ്മയുടെ വിശ്വാസം. അതുണ്ടായില്ല. ഇപ്പോ തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ടാ ഞാൻ എന്റെ അമ്മയെ പറ്റിച്ചത്. ऐसे भी जॉब नहीं मिली तब उसे भी वैसे करने लग गया फिर. ഒരിക്കലായിരുന്നു. ബാലകൃഷ്ണ, നിന്നോട് എനിക്ക് ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട്. ഞാൻ നിന്നോട് ഒരുപാട് പിടിച്ചേ. നിനക്ക് അവളുടെ പണക്കൊന്നുമില്ലല്ലോ. ഇല്ല. കൊടുത്തേ. കോലശ, എന്തിനാ മത്താച്ചേട്ടാ? എനിക്കുണ്ട് ഒരു കൊച്ചു ദുഃഖം. ആ കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സില്ലേ, അത് ഇറങ്ങട്ടെ, നിന്റെ ശരിയാവും. ആ കുടിച്ചില്ലേ? കുടിക്കാൻ കുടിക്കടാ. इसने अपने बारे में नहीं बताया ना, उसमें बताता हूँ हेरा फेरी में कि उसके ऊपर भी कर्जा रहता है. नहीं कहता कि मैं एक दिन बाहर में चेयर लगा के बैठना चाहता हूँ और सब कुछ कर्जा लौटा के ऐसा कुछ बोलता हूँ. उसके ऊपर भी कर्जा रहता पता नहीं इसके ऊपर है कि नहीं कर्जा ना. इसके ऊपर शायद वैसा कुछ नहीं है, पर उसमें बाबूराव के ऊपर भी कर्जा रहता है. वो भी परेशान रहता है. ये उठाता है. മൈ നെയിം ഈസ് റാം, റാംജി റാവ്. എന്തോന്നാ? अच्छा इसलिए रखा है इसका नाम इस फिल्म का. काट दिया. डायरेक्टली बात करता हो. ഹലോ, റാംജി റാവ് സ്പീക്കിംഗ്. അത് പറഞ്ഞതാണല്ലോ ആശാനെ. സ്പീക്കിംഗ്. സ്പീക്കിംഗ്. മിസ്റ്റർ ഉർമേഷ് തമ്പാൻ. वैसे उड़ाई है उसने. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണ.
എന്താ എന്ത് പറ്റി